ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് കുറേ കാലത്തിന് ശേഷം നമ്മളൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 2.5 വർഷത്തോളമായി നമ്മുടെ ചാനലിൽ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു മോനുണ്ടായ ശേഷം, രണ്ടാമത്തെ മോനുണ്ടായ ശേഷം ഞാൻ വ്ളോഗ് അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല. ഒന്നുമല്ല, ഒരു മടി, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കൂടുതലും ഹെന്ന റിലേറ്റഡ് വീഡിയോസാണല്ലോ ചെയ്യുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടുതലും അതാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എനിക്ക് തോന്നി കൂടുതലും നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് വ്ളോഗ്സ് ഒന്നും ഇടാഞ്ഞത്. പണ്ടൊക്കെ കുറേ വ്ളോഗ്സൊക്കെ ഇടുമായിരുന്നു കേട്ടോ, എവിടെ പോവുകയാണെങ്കിലും ട്രാവലൊക്കെ ചെയ്യുമ്പോഴൊക്കെ വ്ളോഗ് ഇടുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹെന്ന ഇടാൻ പോവുക കേട്ടോ. ഇന്നൊരു വെഡ്ഡിങ്ങിന് നമ്മൾ ഹെന്ന ഇടാൻ പോവുകയാണ്. അപ്പം പോകുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, എൻ്റെ പേര് ഐഷ എന്നാണ്. നമ്മൾ പോർച്ചുഗലത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. പോർച്ചുഗലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മളൊരു നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്ങിൻ്റെ ഹെന്ന ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇവർ ചെറുക്കൻ്റെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ അവർ സെറ്റിൽഡാണ്. ബ്രൈഡ് വന്നിട്ട് അമേരിക്കക്കാരിയാണ്. അപ്പം ബ്രൈഡിന് ഇന്നിപ്പം ബ്രൈഡലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 ദിവസത്തെ പരിപാടിയാണുള്ളത് കേട്ടോ. 3 ദിവസം നമുക്ക് ഹെന്ന ഇടാൻ വേണ്ടിയിട്ട് 3 ദിവസമാണ് അവർ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് തന്നെ ബ്രൈഡൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മൾ 3 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉൾപ്പെടെ 3 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ബ്രൈഡിന് വേണ്ട ഡിസൈൻസൊക്കെ അവർ ജസ്റ്റ് തലേന്നാണ് നമുക്ക് അയച്ചു തന്നിരുന്നത്. അപ്പോൾ ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താവുന്നു, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല, ഇത്രയും ഇടേണ്ടി വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. വലിയ ഡിസൈൻസ് മീൻസ് എൽബോ മുതൽ 2 കൈ അപ്പുറം ഉണ്ട്. പിന്നെ കാലും ഫുള്ളുണ്ടായിരുന്നു, കാലും മുട്ട് മുതലുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം, അതായത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒക്കെ വെഡ്ഡിങ് തന്നെ അറിയാമല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ ഇടുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആൻറ്റി വന്ന് പറയുന്നുണ്ടായിരുന്നു കൈയിൻ്റെ മറ്റേ ഷോൾഡർ മുതലേ ഇടണം എന്ന്. പിന്നെ നമ്മളൊരു വിധത്തിൽ മാനേജ് ചെയ്തു. അപ്പോൾ ഈ ഫ്രണ്ട് ഹാൻഡ് ആണ് ഞാനിട്ട് കൊടുത്തത്. 2 കൈയിനും ഫ്രണ്ട് ഹാൻഡ് ഞാനിട്ടു. ബാക്കിൽ വേറൊരാളിട്ടു, വേറൊരു ആർട്ടിസ്റ്റ് ഇട്ടു, പിന്നെ കാലിൽ വേറൊരാൾ. അങ്ങനെ നമ്മൾ 3 പേരും കൂടെയാണ് അത് കവർ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഒരാളെ ഒറ്റയ്ക്കാവുമ്പോൾ നടക്കില്ല എന്ന് വെച്ചാൽ ഒരു 8-9 മണിക്കൂറോളം എടുക്കും നമ്മൾ നല്ല പെർഫെക്ഷനിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗസ്റ്റ് ഹെന്ന ചെയ്യേണ്ടി വന്നു. അതായത് ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർക്കൊക്കെ അത്യാവശ്യം കുറച്ച് കൂടുതൽ ഇടേണ്ടവരൊക്കെ ഉണ്ട്. അതായത് ഗ്രൂമിൻ്റെ മദറിൻ്റെ മദർ, പിന്നെ അവരുടെ ഗ്രാൻഡ് മദർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ആണ് അന്നിട്ടത്. ബ്രൈഡിനും ഇവർക്കും കൂടിയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണിയായപ്പോൾ ഞാൻ അവിടെ എത്തിയതാണ്. ഞങ്ങളെത്തി. ഞാനൊക്കെ അവിടെ നിന്ന് പോകുന്നപ്പം 10 മണിയായി രാത്രി. അത്രയും ഫുൾ ടൈം ഇരുന്ന് വർക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 3 പേരും കൂടെ ചെയ്തതുകൊണ്ട് അത്ര നമുക്കങ്ങനെ വലിയ കുഴപ്പമില്ല. കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റി ബ്രൈഡൽ ഒക്കെ. പക്ഷെ ബ്രൈഡൽ കഴിഞ്ഞപ്പോൾ ഗസ്റ്റ് ഒരുപാട് പേര് വന്നു കേട്ടോ. അപ്പം ഗസ്റ്റുകൾക്ക് ചെയ്തപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ക്രൗഡിൻ്റെ നടുക്കിരുന്ന് ഹെന്ന ചെയ്യുമ്പോൾ ഉള്ളൊരു അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അത്രയും നമുക്കൊരു നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് റിലാക്സ് ആയിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ എന്നാലും അത്യാവശ്യം മാനേജ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമുക്ക് ഈ പരിപാടി ഇഷ്ടമായതുകൊണ്ട്, ഈ ഹെന്ന ഇടാനൊക്കെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് അത്രയും ഒരു 8-9 മണിക്കൂർ കുനിഞ്ഞിരുന്ന് ചെയ്തിട്ടും വലിയ പ്രശ്നമില്ല. കുറച്ച് കഴുത്തിനും ഒക്കെ വേദന ഉണ്ടായിരുന്നു. എന്നാലും ഞാനോർത്തു തീരെ പറ്റില്ല എന്ന് ഓർത്തു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇനി അടുത്ത ദിവസം ഉണ്ട്. ഇത് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് കേട്ടോ. ഒരു ഹോട്ടലിൽ വെച്ചിട്ട് അത് ഗസ്റ്റ് ഹെന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് ആൾക്കാരെ വരുള്ളൂ. അപ്പോൾ നമുക്കൊരു 3 മണിക്കൂറത്തെ പരിപാടിയുള്ളായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഹെന്ന. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് പോയതാണ്. എന്നാലും എനിക്ക് തോന്നി ഇത് ചെയ്തതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ കൊണ്ടാക്കിട്ടോ, അങ്ങോട്ട് ഹോട്ടലിലോട്ട് കൊണ്ടാക്കി. അപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമുക്കൊരു മീനിൻ്റെ വലയൊക്കെ ഉണ്ട്. പോർത്തോല് മാത്തോസിഞ്ഞോസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. നമ്മുടെ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമ്മൾ പൊതുവെ ഇവിടെയാണ് എപ്പോഴും വരാറ്. പോർത്തോലാണ് ഷോപ്പിങ്ങിനാണെങ്കിലും എല്ലാത്തിനും ഇവിടെയാണ് വരാറ്. അപ്പോൾ എനിക്ക് ഈ ഇത് വല കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് ഈ ഒരു ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാൻ. അപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് പോകണേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഈ വീക്കിൽ ഭയങ്കര മഴയും
ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. പോർച്ചുഗലിൽ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും വെതർ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രാവിലെ ചിലപ്പം നല്ല വെയിലായിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് നല്ല തണുപ്പായിരിക്കും. അങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ വെതർ. ശരിക്കും കഴിഞ്ഞ ആഴ്ച നല്ല സൂപ്പർ വെതറായിരുന്നു, സമ്മർ പോലെ നല്ല വെതറായിരുന്നു. ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് ആണ്, സമ്മർ ആയിട്ടില്ല. പക്ഷേ ഈ സമയത്തൊക്കെ ശരിക്കും ചൂടൊക്കെ ആവേണ്ട സമയമാണ്. ഇപ്പോൾ അത് ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണ് മഴയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ അവിടെ എത്തി. ഞാൻ അവിടെ ഇറങ്ങി, എന്നെ കൊണ്ടാക്കിയിട്ട് ഹസ്ബൻഡ് തിരിച്ചു പോയി. ഞാൻ അവിടെ ഇറങ്ങിയ സമയത്ത് അപ്പം തന്നെ മഴയും പെയ്തു പിന്നെയും. അങ്ങനെ മഴയത്ത് പെട്ടെന്ന് ഓടിച്ചാടി കയറി ഹോട്ടലിൽ. അപ്പോൾ നമുക്ക് അവിടെ കയറി ചെന്നപ്പോൾ തന്നെ അവരൊരു റൂമൊക്കെ തന്നു. നമുക്കൊരു 3 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ 3 പേരും കൂടെ റൂമിലിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു റൂമിലോട്ട് ഗസ്റ്റുകൾ വന്നോളും, ഓരോരുത്തരായിട്ട് വന്നോളും ഹെന്ന ഇടാനുള്ളവർ, അതുകൊണ്ട് നിങ്ങളിവിടെ ഇരുന്നോളാം പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ റൂമൊക്കെ തന്നിരുത്തിയതാണ്. പിന്നെ ഒരു കണക്കിന് അതായിരുന്നു നല്ലത്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ എല്ലാവരുടെയും ഇടയ്ക്കിരുന്ന് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ ഒരു സമാധാനത്തിൽ മൈലാഞ്ചി ഇടാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന പിന്നെ അധികം പേരില്ലായിരുന്നു കേട്ടോ. കാരണം തലേന്ന് തന്നെ നമ്മൾ ഓൾറെഡി കുറേ പേരെ കവർ ചെയ്തിരുന്നു, ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ. പിന്നെ ഓരോരുത്തരും പല സ്ഥലത്തു നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. കുറേ പേര് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു, കുറേ പേര് കാനഡ, അങ്ങനെ കുറേ പേര് US, കാനഡ, പിന്നെ UK നിന്ന് വരുന്നവർ, റഷ്യയിൽ നിന്ന്, ഉക്രൈൻ, ഒരു ഇൻ്റർനാഷണൽ വെഡ്ഡിങ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പല സ്ഥലത്തു നിന്നും ഗസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു ഈ ഒരു വെഡ്ഡിങ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വരുന്നവർക്കൊക്കെ മിക്കവരും ഹെന്ന ഇടുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പോഴത്തേ വന്നിടാൻ തുടങ്ങി. നമുക്ക് പിറ്റേ ദിവസം ഈ ദിവസം നമുക്ക് 3 മണിക്കൂറായിരുന്നു അവർ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ ഇടാൻ തുടങ്ങി ഓരോരുത്തരായിട്ട്. പിന്നെ ഡിസൈൻസ് പൊതുവെ കുറച്ചൊരു വലിയ ഡിസൈൻസാണ് എല്ലാവരും സെലക്ട് ചെയ്തത്. പൊതുവേ നമ്മൾ ഇങ്ങനെ ഗസ്റ്റ് ഹെന്ന ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടമുള്ള അങ്ങനത്തെ ഡിസൈൻസാണ് ചെയ്യാറ്. പക്ഷേ ഇന്ത്യക്കാർ ആകുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഡിസൈൻസ് അവർക്ക് വേണ്ടി വരും. ഇപ്പോൾ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ എടുത്തിട്ട് അത് ചെയ്തു തരുമോ, ഇത് ചെയ്തു തരുമോ, അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് മാനേജ് ചെയ്യാൻ. സാധാരണ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടായിരിക്കും പെട്ടെന്ന് ചെയ്യാൻ. കാരണം ഒരാൾക്ക് തന്നെ ഒരുപാട് ടൈം എടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും ഇപ്പം വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ അവിടെ ഇരുന്നിട്ട്, അധികം ആൾക്കാർ വന്നിട്ടില്ല കേട്ടോ, കുറച്ച് പേരെ വന്നുള്ളായിരുന്നു. നമ്മൾ തിരിച്ചു പോകുന്നു. നമുക്ക് പറഞ്ഞ ടൈം വരെ നമ്മൾ ഇരുന്നിട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസം, ഇതാണ് ശരിക്കും മെഹന്തിയുടെ ദിവസം, ഒരു സെറമണി വെച്ചിരുന്ന ദിവസം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇന്ത്യൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം എന്ന് അവർ പറഞ്ഞിരുന്നു. എനിക്കാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരൊറ്റ ചുരിദാർ മാത്രമേ, ഞാൻ അധികം ഇന്ത്യൻ ഡ്രസ്സ് ഇവിടെ ഇടാറില്ല. നമുക്ക് അങ്ങനെ ഇവിടെ ഭയങ്കര വിയേർഡാണല്ലോ ഇന്ത്യൻ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ, കുറച്ചൊരു വിയേർഡാണ് നമ്മളങ്ങനെ ഇടുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഉള്ള ഒരു ചുരിദാറൊക്കെ എടുത്തിട്ട് പോന്നു. അവർ തലേന്നാണ് പറഞ്ഞത്, കളർ കോഡൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. ഒരു എന്താ പറയുക, യെല്ലോ അല്ലെങ്കിൽ പർപ്പിൾ അല്ലെങ്കിൽ ഗ്രീന്, ബ്ലാക്ക് അതൊക്കെ ഇട്ടുകൊണ്ട് വരാൻ. ഞാനിപ്പോൾ ഉള്ളതെടുത്ത് ഇട്ടുകൊണ്ട് പോയതാണ്. പിന്നെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ക്രൂയിസിലായിരുന്നു കേട്ടോ. നമുക്ക് ക്രൂയിസ് ഷിപ്പിലായിരുന്നു നമ്മുടെ ഈ ഒരു മെഹന്തിയുടെ ഇവൻറ്റ് നടന്നിരുന്നത്. അപ്പം നമ്മളോട് ഒരു 8:45 ആകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ആ സമയത്ത് അവിടെ എത്തി. ഞാൻ എത്തിയപ്പോൾ ആരും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരും ആർട്ടിസ്റ്റുകളും അവരും വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി നിന്നു. അതേപോലെ അവിടെ ഒരു 3-4 ഷിപ്പ് ഉണ്ടായിരുന്നു, 2-3 ഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് ഷിപ്പിലാണ് പോകേണ്ടത്, ഏത് ക്രൂസിലാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ കണ്ട ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ എടുത്ത ഷിപ്പ് ഇതിൻ്റെ ഒന്നുമല്ല, ക്രൂയിസിൻ്റെ ഒന്നുമല്ല ഞാൻ പോകേണ്ടതെന്ന് കുറേ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് പോകേണ്ടത് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ കുറേ കസേരയൊക്കെ നിർത്തിയിട്ട് ഇനി ഇത് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ച് അതിൻ്റെ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വലുതായിട്ട് കസേരയൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര വെഡ്ഡിങ്ങിൻ്റെതായിട്ടുള്ള ഒരു ഇതൊന്നും കാണുന്നില്ല. ഇന്ത്യൻ വെഡ്ഡിങ് ആണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ടാകുന്ന ക്രൂയിസ് തപ്പി നടക്കാം കേട്ടോ. അങ്ങനെ ഞാൻ തപ്പി നടന്ന് ലാസ്റ്റ് നമ്മുടെ ഷിപ്പ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു ഷിപ്പാണ് കേട്ടോ, ഇതിലാണ് നമ്മൾ പോകുന്നത്, ഈ ക്രൂയിസിലാണ് പോകുന്നത്.
ശരിക്കും അതെ അവിടെ ഒരു പർപ്പിൾ കളറിൽ ഇങ്ങനെ ഇതേപോലെ ഒരു നെറ്റൊക്കെ വെച്ച് ഒരു നെറ്റും സംഭവങ്ങളൊക്കെ ഡെക്കോറൊക്കെ വെച്ചിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഇവൻറ്റ് പ്ലാനേഴ്സ് തന്നെ ചെയ്തതാണ്. നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇവൻറ്റ് പ്ലാനേഴ്സാണ്. ഇവിടെ സാരിയ വേൾഡ് എന്നും പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് പ്ലാനറാണ്. അപ്പോൾ അവരാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഹെന്നയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ തന്നെയാണ് ഈ ഡെക്കോറൊക്കെ ഇന്ത്യൻ ഡെക്കോറൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ടൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആരും വന്നിട്ടില്ല കേട്ടോ. പിന്നെയും ഞാൻ കുറച്ച് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഷിപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ വേറെ അധികം ഫാമിലി മെമ്പേഴ്സൊന്നും വന്നിട്ടില്ല. പിന്നെ എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളും വന്നിട്ടില്ല. അപ്പോൾ അവരെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നാൽ ഒരു 10-15 മിനിറ്റ് നമ്മളവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവർ വന്നിട്ടോ. അപ്പം ഞാൻ അവരെ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല. അവർക്ക് വീഡിയോയിൽ വരാൻ അധികം താല്പര്യമില്ല, അതുകൊണ്ടാട്ടോ. എൻ്റെ കൂടെ ഉള്ളവർ പാകിസ്ഥാനീസായിരുന്നു 2 പേര്. പക്ഷേ അവർക്ക് വീഡിയോയിൽ അധികം വരാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അവരുടെ വീഡിയോസും ഫോട്ടോസും ഒന്നും കാണിക്കാത്തത്. അപ്പോൾ ഇതാണ് ഷിപ്പിൻ്റെ ഉള്ളിൽ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാം അടിപൊളിയായിട്ട് അവർ റെഡിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വെതർ മാത്രം ഒരു പ്രശ്നമുള്ളായിരുന്നു. കാരണം ഇതൊക്കെ നല്ലൊരു സമ്മറിൽ വേണം ഇതിൽ പോവാൻ. കാരണം അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കാണാനൊക്കെ പറ്റും. ഇതിപ്പോൾ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഷിപ്പ് വിട്ടപ്പോൾ മുതലേ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഗസ്റ്റുകൾക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം മുകളിലൊക്കെ കയറി നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ മഴ ആയതുകൊണ്ടൊന്നും പറ്റിയില്ലല്ലോ. ഇതിനകത്ത് ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് 2 സൈഡിൽ നോക്കുമ്പം കുറച്ച് മരങ്ങളും അതൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ. ശരിക്കും ദൗറോ എന്ന് പറയുന്ന റിവറാണ് കേട്ടോ. ഇത് ശരിക്കും 2 സൈഡിലും നിറയെ മുന്തിരിത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു മൗണ്ടൻ ഒക്കെ കാണാൻ പറ്റും. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിത് ശരിക്കും റോഡ് ട്രിപ്പ് പോയിട്ടുണ്ട്. ഈ ക്രൂയിസിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതേപോലെ റോഡ് ട്രിപ്പിൽ നമ്മൾ കാറിൽ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. നമ്മൾ കുറേ നാളായിട്ട് ഫാമിലി ആയിട്ട് ക്രൂയിസിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതേപോലെ ഇത് വന്നത്, ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് തന്നപ്പോൾ ഗസ്റ്റൊക്കെ പതുക്കെ വന്നു. അപ്പോൾ അവർ വന്നിട്ട് ചെറുക്കൻ്റെ വീട്ടുകാരുടെ കല്യാണമാണ് കേട്ടോ ഇത്. മെയിനായിട്ട് ഇന്ത്യക്കാരാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർ പുറത്ത് നിന്നും പിന്നെയും കുറേ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് വന്നത്. നോർത്ത് ഇന്ത്യൻസിൻ്റെ കല്യാണം അതേപോലെയാണല്ലോ. മെയിൻ ഇവർക്ക് ഡാൻസ് ആണല്ലോ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ്. നമുക്ക് പൊതുവേ നമ്മുടെ അവിടുത്തെ കല്യാണത്തിനൊന്നും ഇത്ര ഡാൻസും പാട്ടും ഇത്ര ഉണ്ടാവില്ലല്ലോ. മീൻസ് ഫാമിലി മെമ്പേഴ്സൊന്നും അധികം ഇങ്ങനെ ഡാൻസ് കളിക്കില്ലല്ലോ. പക്ഷേ ഇവർ അടിപൊളി, ഭയങ്കര രസമാണ്. നല്ല ഫാമിലിയായിരുന്നു. അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ മെഹന്തി ഇടാൻ വേണ്ടിയിട്ടുള്ള അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇതപ്പോൾ ഞാൻ ചെയ്ത പ്ലേറ്റ്, താഴെ ഇരിക്കുന്ന ആ പ്ലേറ്റ് ഞാൻ ചെയ്തതാണ്. പിന്നെ ഒരു ബാസ്ക്കറ്റിനകത്ത് ജസ്റ്റ് കുറച്ച് കോൺസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ചെറിയ കോൺസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളത് ഒരു 15 ഗ്രാമിൻ്റെ കോൺസ് നമുക്ക് എളുപ്പത്തിൽ ഇടാൻ പറ്റുന്നത്. പിന്നെ ബാക്കി മറ്റേ കോൺസൊക്കെ ഉണ്ട്. അത് പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന കോൺസാണ്. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചെന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ മെഹന്തി എന്നൊക്കെ ഹിന്ദിയിൽ എഴുതി നല്ല രസമുണ്ടായിരുന്നു. ഈ നമ്മുടെ ഇവൻറ്റ് പ്ലാനേഴ്സ് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടുന്ന് വിട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വിടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഗസ്റ്റുകൾ വന്നു തുടങ്ങിയായിരുന്നു. ഗസ്റ്റ് വന്നിട്ട് മൈലാഞ്ചി ഇടാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ദിവസം ക്രൂയിസിൽ കൂടുതലും ഇങ്ങനെ ബ്രൈഡിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലും മെഹന്തി ഇട്ടിരുന്നത്. കൂടുതലും നോൺ ഇന്ത്യൻസ് തന്നെയായിരുന്നു ഇട്ടിരുന്നത്. പല സ്ഥലത്തുനിന്ന് വന്നവർ, പിന്നെ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു മിക്സായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് എനിക്ക് തോന്നുന്നു നോൺ ഇന്ത്യൻസിന്, അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് പൊതുവേ കുറച്ച് കുഞ്ഞു ഡിസൈൻസ്, സിമ്പിളായിട്ട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് മതി എന്ന് പറയും. പോർച്ചുഗീസുകാരും ഉണ്ടായിരുന്നു. ഒരാൾ ശരിക്കും ഒരാളെ ഉള്ളായിരുന്നു തോന്നുന്നുണ്ട് പോർച്ചുഗീസ് ഞാൻ ഇട്ട് കൊടുത്തത്. ബാക്കിയൊക്കെ പുറത്തുനിന്ന് തന്നെ വന്നവരാണ്. അപ്പം അവർക്കൊക്കെ പൊതുവേ ചെറിയ ഡിസൈൻസ് മതി. നമ്മുടെ ആൾക്കാർക്കാണ് കുറച്ചും കൂടി വലിയ ഡിസൈൻസ് വേണ്ടി വന്നത്. എന്നാലും നമുക്ക് ഫുൾ
ടൈം ഇരുന്ന് ഒറ്റ കുത്തിരുന്ന് വർക്കല്ലായിരുന്നു. നമുക്ക് ഇടയ്ക്ക് റിലാക്സ് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബ്രൈഡും എൻ്റെയും ഗ്രൂമിൻ്റെയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഇതിനകത്ത് ഇടുന്നില്ല, കാരണം നമുക്ക് പാട്ടിടാൻ പറ്റില്ല കോപ്പിറൈറ്റ് കാരണം. പിന്നെ അധികം അതുകൊണ്ട് പാട്ടിടാതെ നമുക്ക് ഡാൻസ് കണ്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കുറച്ച് ജസ്റ്റ് ഞാനൊരു ക്ലിപ്പ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ. ബ്രൈഡൊക്കെ ഡാൻസ് അത്രയും ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് ശരിക്കും ബന്ധപ്പെട്ടു. കാരണം ഇന്ത്യൻ ഡാൻസാണ് ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രൂമിൻ്റെ മദറും അവരൊക്കെ ആയിട്ട് ഭയങ്കര ഡാൻസ്, എല്ലാവരും ഭയങ്കര എനർജറ്റിക്കായിട്ട് ഡാൻസ് ചെയ്തത് ശരിക്കും നമ്മളൊക്കെ ശരിക്കും ഇത് കണ്ട് നിന്ന് പോകും. അത്രയ്ക്കും ഇവർ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസം മുന്നേ ഇങ്ങനെ നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നു, മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ നേരം പോകും. അങ്ങനെ ഈ മെഹന്തി ഇട്ടവരൊക്കെ പോയി ഡാൻസ് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ തേച്ചിട്ട് പിന്നെയും ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും വരും. അതാണ് എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയത്. കാരണം അവർക്ക് അത് കീപ്പ് ചെയ്യില്ലല്ലോ, കുറച്ച് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ അത് ഇതാകും. പിന്നെ നമ്മൾ ഈ ഓർഗാനിക് എണ്ണ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുമല്ലോ 4 മണിക്കൂർ വെക്കണം എന്നൊക്കെ, മിനിമം 4 മണിക്കൂറെങ്കിലും വെക്കണം എന്ന് അവരോട് പറയുമല്ലോ. അപ്പോൾ അതൊന്നും ചിലപ്പം ചിലർ വെക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മഴ തുടങ്ങി, പോകുമ്പോഴൊക്കെ മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് കേട്ടോ എൻ്റെ ചുരിദാർ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചുരിദാറാണത്. ഇനിയിപ്പം എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ച് കൂടുതൽ ചുരിദാർ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു 3-4 എണ്ണം കൊണ്ടുവരണം. എന്നാലോട്ട് ഇതേപോലെ എന്തെങ്കിലും വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പൊതുവേ നമുക്ക് ഇവർ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇത്രയും കുറച്ചും കൂടെ ഫാൻസി ആയിട്ടുള്ളതൊക്കെ ഇടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഇന്ത്യൻ ഡ്രസ്സ് ഇട്ടാണ് പോകുന്നത്. പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മളിട്ടെന്നാണുള്ളത്. പിന്നെ അതേപോലെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു, നമ്മൾ സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഹെന്ന ഇടാനൊക്കെ, എന്താണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹെന്ന ആർട്ടിസ്റ്റുകൾക്ക് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ശരിക്കും ഹോണസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇവിടെ ഉള്ളവർക്ക് ഹെന്ന എന്താണെന്ന് തന്നെ അറിയില്ല. നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ വെഡ്ഡിങ്സൊക്കെ കിട്ടണം. വെഡ്ഡിങ്സ് വളരെ കുറവാണ്. മീൻസ് ഇങ്ങനെ വർഷത്തിലൊരു 2-3 വെഡ്ഡിങ്ങൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. അല്ലാതെ എപ്പോഴും സ്ഥിരം ഇന്ത്യൻ വെഡ്ഡിങ് ഒന്നും ഇവിടെ അങ്ങനെ നടക്കുന്നതല്ല. പൊതുവേ ഇന്ത്യൻ വെഡ്ഡിങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്, അതായത് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ വെഡ്ഡിങ് നടത്തുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷനും ഉണ്ട് കേട്ടോ. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ വന്ന സമയത്ത് പോർത്തോലും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അധികം അങ്ങനെ ആൾക്കാരില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്കും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയാൽ അത്യാവശ്യം നല്ല വെഡ്ഡിങ്ങൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ നമുക്ക് ട്രാവലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ നമ്മൾ ദൗറോ വാലിയിലെത്തി. ഏകദേശം ഒരു 5 മണിക്കൂർ നമ്മൾ ക്രൂയിസ് ഷിപ്പിലുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഷിപ്പ്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന ഏകദേശം 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഹോട്ടലിൽ ബ്രൈഡും അതേപോലെ ഗ്രൂമും വെഡ്ഡിങ് ടീമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വെഡ്ഡിങ് ശരിക്കും പിറ്റേ ദിവസമാണ്. ഈ വീഡിയോ മെഹന്തിയുടെ പിറ്റേ ദിവസമായിരുന്നു വെഡ്ഡിങ്. അത് ഈ ഒരു ദൗറോ വാലിയിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ 3 ദിവസത്തേക്കായിരുന്നു അവർ ബുക്ക് ചെയ്തിരുന്നത്. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഇവിടുന്ന് നേരെ ഒരു 2.5 മണിക്കൂറോളം എടുത്തു നമ്മുടെ വീട്ടിലോട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ക്രൂസിലെ യാത്രയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും ഫാമിലി എല്ലാവരും കൂടി ആയിരുന്നെങ്കിൽ സൂപ്പറാക്കായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, ചുമ്മാ വെറുതെ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഒരു വ്ളോഗ് പറഞ്ഞതാട്ടോ. ഞാനൊരു വ്ളോഗ് ചെയ്യാനും വിചാരിച്ചതല്ല. ഞാൻ ചുമ്മാ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാൻ അതന്നെ ചോദിച്ചത്, നിങ്ങളോട് വ്ളോഗ് ഇട്ടാൽ കാണുമോ എന്നുള്ളത്. കുറേ കാലമായി ഞാൻ വ്ളോഗ് ചെയ്തിട്ട്, അതുകൊണ്ട് എനിക്ക് എന്താ പറയണ്ടേ എങ്ങനെയാണ് പറയണ്ടേന്ന് ഒന്നും ഒരു ഐഡിയ ഇല്ല. കുറേ കാലമായില്ലേ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, എന്തൊക്കെ പറയണം എന്തൊക്കെ ചെയ്യണം. ഇതിപ്പോൾ ചുമ്മാ വെറുതെ വീഡിയോ കാണുമ്പോൾ അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയെന്നേ ഉള്ളൂ. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു.
ചിലപ്പോൾ കുറച്ച് ബോറടിച്ചിട്ടും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് വ്ളോഗായിട്ട് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം. കമൻറ്റ് ഇട്ടാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഇതേപോലെ 2-3 വീഡിയോസും കൂടെ ഉണ്ട് നേരത്തെ ഇവൻറ്റിൻ്റെ ഒക്കെ. അപ്പം ഞാനത് വീഡിയോ ജസ്റ്റ് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇനി നിങ്ങളിടുന്ന കമൻറ്റിൻ്റെയും ലൈക്കിൻ്റെ ഒക്കെ റെസ്പോൺസ് അനുസരിച്ച് ഞാൻ വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.